ആനകളിൽ പ്രിയമേറുന്ന ആനക്കമ്പക്കാരുടെ ഇടയിൽ ആനയടിയുടെ ആവേശനായകനായി അതുല്യമാകുന്ന സൗന്ദര്യ തേജസ്സോടെ നിലകൊള്ളും ഒരേയൊരു ആനയടിക്കാരൻ സാക്ഷാൽ നരസിംഹപ്രിയൻ ആനയടി അപ്പുവിന്റെ സ്വന്തം തട്ടകത്തിൽ ആന കേരളത്തിന്റെ 9 വന്നു ചേരുവാനും ആനയടി തമ്പുരാന്റെ മണ്ണിലെ ആനയൂട്ട് കാണുവാനും ഓരോ ആനപ്രേമികളെയും ആനയടിയിലേക്ക് ഗംഭീരമായി ഒരുങ്ങുകയായി വീണ്ടും ഒരു ആനയൂട്ട് ഓഗസ്റ്റ് 9 ഞായറാഴ്ച ചേരുവാനും ആനയടി തമ്പുരാന്റെ മണ്ണിലെ ആനയൂട്ട് കാണുവാനും ഓരോ ആനപ്രേമികളെയും ആനയടിയിലേക്ക് ക്ഷണിക്കുകയായി കണ്ണിന് വിരുന്നായി വീണ്ടും ആനയൂട്ട് ഒരുങ്ങുമ്പോൾ ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ 9 ഗജതാരകങ്ങളെ അണിനിരത്തി അണിയിച്ചൊരുക്കുന്ന ഈ ആനയൂട്ട് കൂടുവാൻ ഓരോ ആനപ്രേമികൾക്കും ആഘോഷ പ്രേമികൾക്കും സ്വാഗതം. എല്ലാ ഭക്തജനങ്ങൾക്കും ആനയടി പൊന്നു തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുസ്വാഗതം. ഗജങ്ങളെ ഗണപതിയായി കണ്ട് ആരാധിക്കുന്ന മലയാള സംസ്കാരത്തിന്റെ മഹനീയത വിളിച്ചോദിക്കൊണ്ട് ആയുർവേദ മാസമായ കർക്കിടക മാസത്തിൽ ഗജപരിപാലനത്തിന്റെ പ്രാധാന്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആനയടിയുടെ ചരിത്രഭൂമി വടക്ക് ഭാഗത്ത് ആ ബാരിക്കേഡിന് പുറകു ഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുന്ന 2 വീലറുകൾ അവിടെ നിന്ന് മാറ്റണം. ആ ബാരിക്കേഡിന് പുറകു ഭാഗത്ത് ആനയെ നിർത്തുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ആ സ്റ്റെപ്പിന്റെ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന 2 വീലറുകൾ അവിടെ നിന്ന് മാറ്റണം എന്നറിയിക്കുന്നു. ആനകളെ നിർത്തുന്നതിനുള്ള സൗകര്യാർത്ഥം ആ ബാരിക്കേഡിന് പുറകു ഭാഗത്ത് ക്ഷേത്ര ഗ്രൗണ്ടിന് പ്രേമികൾക്കും സ്വാഗതം. എല്ലാ ഭക്തജനങ്ങൾക്കും ആനയടി പൊന്നു തമ്പുരാന്റെ പുണ്യഭൂമിയിൽ ഹരഹരേ നമഃ. നാടിനുനാഥനും നമിക്കുന്നവർക്കെന്നും ഈശ്വരനുമായ നാരായണപ്പൊരുൾ ശ്രീ നരസിംഹമൂർത്തിയായി പഴയിടത്തും സ്മാക്കിക്കൊണ്ട് ആനയടിയിൽ ആനയൂട്ടൊരുങ്ങുകയായി. അതെ, ആനകളിൽ പ്രിയമേറുന്ന ഭഗവാൻ അഖിലാണ്ട കോടികൾക്ക് നാഥനായി സാക്ഷാൽ ഉഗ്ര നരസിംഹമൂർത്തിയായി കുടികൊള്ളുന്ന ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കർക്കടക പുണ്യത്തിന്റെ മഹിമയും പെരുമയും വിളിച്ചോതിക്കൊണ്ട് 2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ പ്രൗഢഗംഭീരമായി ഒരുങ്ങുകയായി വീണ്ടും ഒരു ആനയൂട്ട്.
ഓരോ ആനകളെയും